എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. സോ ജനുവരി മാസം 21-ാം തീയതി നടന്ന എക്സാമുമായി ബന്ധപ്പെട്ട്, അതായത് ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് അതിന്റെ ആൻസർ കീ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ തുടക്കത്തിൽ ആദ്യത്തെ 50 ചോദ്യത്തിന്റെ ആൻസർ നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു സെഷനിൽ. സോ നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലെ. സോ ഒരു ഫയലിന്റെ ചിത്രം തന്നിട്ടുണ്ട്. അത് ഏത് ടൈപ്പ് ഫയൽ ആണ് എന്നുള്ളതാണ് ചോദ്യം. സോ ചോദ്യം, നെയിം ഓഫ് ദ ഫയൽ ഷോൺ ഇൻ ദ പിക്ചർ ഈസ്. ഇത്തരത്തിൽ തന്നിരിക്കുന്ന ചിത്രത്തിലുള്ള ഫയലിന്റെ പേരെന്ത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് റാസ്പ് കട്ട്, ഓപ്ഷൻ ബി റിഫ്ലർ ഫയൽ, ഓപ്ഷൻ സി ക്രോസിംഗ് ഫയൽ, ഓപ്ഷൻ ഡി നൈഫ് എഡ്ജ് ഫയൽ. സോ തന്നിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് റാസ്പ് കട്ട് ഫയൽ തന്നെയാണ്. സോ ഓപ്ഷൻ എ തന്നെയാണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, പിന്നീട് നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. വൈൽ ഫയലിംഗ് ഓഫ് സോഫ്റ്റ് മെറ്റൽ, ദ ഫയൽ ടീത്ത് ടു ബിക്കം ക്ലോഗ്ഡ് വിത്ത് മെറ്റൽ പാർട്ടിക്കിൾ ഈസ് നോൺ as. നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത് സോഫ്റ്റ് അല്ലെങ്കിൽ തരത്തിൽ ഡക്റ്റൈൽ അല്ലെങ്കിൽ സോഫ്റ്റ് മെറ്റലൊക്കെ ഫയൽ ചെയ്യുന്ന സമയത്ത് ഫയൽ ടീത്ത് ടു ബിക്കം ക്ലോഗ്ഡ് അല്ലെ, ഫയലിന്റെ ടീത്തിനുള്ളിലേക്ക് മെറ്റൽസ് കയറിക്കൊണ്ട് ക്ലോഗിങ് നടക്കുന്നുണ്ടാകും. സോ അത്തരത്തിൽ നമ്മൾ എന്താണ് ആ ഒരു പ്രോസസ്സിനെ എന്താണ് വിളിക്കുക? While filing of soft metal, the file teeth to become clogged with metal particle is known as. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് piercing of file, ഓപ്ഷൻ ബി cladding of file, ഓപ്ഷൻ സി pinning of file, ഓപ്ഷൻ ഡി binding of file അല്ലെ. സോ നമ്മുടെ ഉത്തരം എന്താ? ഓപ്ഷൻ സി pinning of file ആണ് ഉത്തരമായിട്ട് വരിക. മൂന്നാമത്തെ ക്വസ്റ്റിലേക്ക് വരാം. സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്. വിച്ച് ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ശ്രദ്ധിക്കുക, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ കേസ് ഓഫ് ഹാൻഡ് ഫയൽ. അപ്പോൾ ഹാൻഡ് ഫയലുമായി ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ള ചോദ്യമാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ മൂന്നാമത്തെ ചോദ്യം സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. ദീസ് ഫയൽസ് എഡ്ജസ് along the width are parallel throughout the length. അപ്പൊ എഡ്ജസ് along the width ആൻഡ് പാരലൽ ത്രൂ ഔട്ട് ദ ലെങ്ത് പാരലൽ ആണ് എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കത് പാരലൽ ആണെന്നുള്ളത് നമുക്കറിയാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദീസ് ടൈപ്പ് ഫയൽസ് വൺ എഡ്ജ് ഈസ് സിംഗിൾ കട്ട് വേർ അതർ ഈസ് സേഫ് എഡ്ജ് അല്ലെ. ഇത്തരത്തിലുള്ള ഫയലില് ഒരു എഡ്ജ് എന്ന് പറയുന്നത് സിംഗിൾ കട്ട് ആണ്, മറ്റൊരു എഡ്ജ് എന്ന് പറയുന്നത് സേഫ് എഡ്ജ്. അപ്പോൾ ഹാൻഡ് ഫയലിനെ വിളിക്കുന്ന മറ്റൊരു പേര് സേഫ് എഡ്ജ് ഫയൽ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദ എഡ്ജസ് അലോങ് ദ വിഡ്ത്ത് ഓഫ് ദീസ് ഫയൽ ആർ പാരലൽ അപ് ടു 2/3 ഓഫ് ഇറ്റ്സ് ലെങ്ത് എന്നാണ് പറയുന്നത്. സോ അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദീസ് ടൈപ്പ് ഫയൽ ഫേസസ് ആർ ഡബിൾ കട്ട് ആൻഡ് എഡ്ജ് ആർ സിംഗിൾ കട്ട് അല്ലെ. ഫേസ് വന്ന് ഡബിൾ കട്ടും എഡ്ജ് വന്ന് സിംഗിൾ കട്ടുമാണെന്ന് പറയുന്നു. അതും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. സോ ഒന്നും രണ്ടുമാണ് നമ്മളുടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ എ തന്നെയാണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഒന്നും രണ്ടും. ഓക്കെ, ഫൈൻ. സോ ഒന്നും രണ്ടുമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. ഇൻ ISO മെട്രിക് ത്രെഡ് മൈനർ ഡയമീറ്റർ ഓഫ് ഡ്രിൽ ഹോൾ ഈസ് ഡാഷ്. അപ്പോൾ ISO മെട്രിക് ത്രെഡ് മൈനർ ഡയമീറ്റർ ഓഫ് ഡ്രിൽ ഹോൾ ഈസ് ഡാഷ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് മേജർ ഡയമീറ്റർ മൈനസ് 1.25 ഇൻറ്റു ഡെപ്ത് ഓഫ് ത്രെഡ്, ഓപ്ഷൻ ബി മേജർ ഡയമീറ്റർ മൈനസ് 1.5 ടൈംസ് ഡെപ്ത് ഓഫ് ത്രെഡ്, ഓപ്ഷൻ സി മേജർ ഡയമീറ്റർ മൈനസ് 1.75 ടൈംസ് ഡെപ്ത് ഓഫ് ത്രെഡ്, ഓപ്ഷൻ ഡി മേജർ ഡയമീറ്റർ മൈനസ് 2 ടൈംസ് ഡെപ്ത് ഓഫ് ത്രെഡ്. സോ നമുക്കറിയാം ഉത്തരം ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നുണ്ടാവുക. സോ മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ് 2 ടൈംസ്, ദാറ്റ് ഈസ് അല്ലെങ്കിൽ നമ്മുടെ മൈനർ ഡയമീറ്റർ എന്ന് പറയുന്നത് മേജർ ഡയമീറ്ററിൽ നിന്നും 2 മടങ്ങ് ഡെപ്ത് ഓഫ് കട്ട് കുറയ്ക്കുന്നതാണ്. സോ ഇന്റേണൽ ആയിട്ടുള്ള ഹോളിൽ നമ്മൾ ഇന്റേണൽ ത്രെഡ് ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ദാറ്റ് ഈസ് മൈനർ ഡയമീറ്റർ ഓഫ് ഡ്രിൽ ഹോൾ ഈസ് ഈക്വൽ ടു മേജർ ഡയമീറ്റർ മൈനസ് 2 ടൈംസ് അല്ലെ. രണ്ട് ഭാഗത്തു നിന്നും ഓരോന്ന് വെച്ച് കുറയ്ക്കുന്നുണ്ടാകും. 2 ടൈംസ് ഡെപ്ത് ഓഫ് ത്രെഡ്. ഓക്കെ, ഫൈൻ. മറ്റു ചോദ്യം. In the case of cross-cut chisel, the length of the chisel varies from 100 to 400 mm and its width of cutting edge varies from dash. Length പറയുന്നുണ്ട് അവര്. So length of chisels varies from 100 to 400 mm and its width of the cutting edges
കട്ടിംഗ് എഡ്ജ് വേരീസ് ഫ്രം എന്നുള്ളതാണ് ചോദ്യം. വിഡ്ത്ത് ഓഫ് കട്ടിംഗ് എഡ്ജസ് വേരീസ് ഫ്രം എന്നാണ്. ഓപ്ഷൻ എ 16 to 32, ഓപ്ഷൻ ബി 4 മുതൽ 12 mm, ഓപ്ഷൻ സി 2 മുതൽ 16 mm, ഓപ്ഷൻ ഡി 6 മുതൽ 16 mm. ഓക്കെ, സോ ഇവിടെ ഉത്തരം എന്താ വരിക? ഓപ്ഷൻ ബി 4 to 12 mm ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: വൈൽ റഫ് റീമിംഗ് ഓപ്പറേഷൻ ആർ ക്യാരിഡ് ഔട്ട് ബൈ യൂസിങ് റീമർ. ഇപ്പോൾ റീമറിന്റെ സഹായത്തോടുകൂടി റഫ് ആയിട്ടുള്ള റീമിംഗ് ഓപ്പറേഷൻ നമ്മൾ നടത്തുകയാണ്. റീമർ ആർ സപ്പോസ് ടു റിമൂവ് മിനിമം എമൗണ്ട് ഓഫ് മെറ്റൽ ഫ്രം. മിനിമം എമൗണ്ട് എത്രയെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 0.1 to 0.15 mm, ഓപ്ഷൻ ബി 0.0012 to 0.015 mm, ഓപ്ഷൻ സി 0.05 to 0.02 mm, ഓപ്ഷൻ ഡി 0.15 to 0.05. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ തന്നെയാണ്. റഫ് ആയിട്ടുള്ള ഒരു മെഷീനിങ് ഓപ്പറേഷൻ ആകുമ്പോൾ ഇത്തരത്തിൽ 0.1 to 0.15 mm ആണ് നമ്മളുടെ റഫ് ആയിട്ടുള്ള റീമിംഗ് ഓപ്പറേഷൻ, നമ്മളുടെ മെറ്റീരിയൽ റിമൂവൽ എന്ന് പറയുന്നത്, മിനിമം എമൗണ്ട് ഓഫ് മെറ്റീരിയൽ റിമൂവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തിരിക്കാം, 0.1 to 0.15 mm. മറ്റൊരു ചോദ്യം: ഇൻ ടേംസ് ഓഫ് മെയിൻ്റനൻസ് OEE സ്റ്റാൻഡ്സ് ഫോർ. അപ്പൊ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് OEE എന്ന് പറയുന്നത് എന്താണ്? ഔട്ട് ഓഫ് എവറി എഫിഷ്യൻസി, ഓപ്ഷൻ ബി ഔട്ട് ഓഫ് എവറി എഫക്റ്റീവ്നെസ്, ഓപ്ഷൻ സി ഓവറോൾ എക്യുപ്മെന്റ് എഫക്റ്റീവ്നെസ്, ഓപ്ഷൻ ബി ഓവറോൾ എനർജി എഫക്റ്റീവ്നെസ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഓവറോൾ എക്യുപ്മെന്റ് ഇഫക്റ്റീവ്നെസ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓവറോൾ എക്യുപ്മെന്റ് ഇഫക്റ്റീവ്നെസ് ആണ് OEE എന്ന് പറയുന്നത് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡോക്യുമെന്റ് ഗീവ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദ ആക്ടിവിറ്റി പെർഫോംഡ് ഡ്യൂറിംഗ് മാനുഫാക്ചറിങ്. സോ മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ് ഏതാണ്? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് വർക്ക് ആക്ടിവിറ്റി ലോഗ്, ഓപ്ഷൻ ബി പ്രോസസ് ചാർട്ട്, ഓപ്ഷൻ സി ജോബ് കാർഡ്, ഓപ്ഷൻ ഡി ബിൽ ഓഫ് മെറ്റീരിയൽ. സോ ഇവിടെ ഉത്തരം എന്താ വരിക? നമുക്കറിയാം പ്രോസസ് ചാർട്ടുകളാണ് അല്ലെ. പ്രോസസ് ചാർട്ടുകൾ എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. നമ്മൾ അവിടെ നടക്കുന്ന ആ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നടക്കുന്ന ആക്ടിവിറ്റീസുകളൊക്കെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ കാണിക്കുന്ന ഒരു ചാർട്ടാണ് പ്രോസസ് ചാർട്ട് എന്ന് പറയുന്നത്. സോ നമ്മളുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. 9ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: വിച്ച് ലൂബ്രിക്കേറ്റിംഗ് മെത്തേഡ് ഈസ് നോൺ ആസ് റിംഗ് ഓയിലിംഗ്. റിംഗ് ഓയിലിംഗ് എന്ന് പറയുന്നത് ഏത് മെത്തേഡ് ഓഫ് ലൂബ്രിക്കേഷൻ ആണ്? ഗ്രാവിറ്റി ഫീഡ് ലൂബ്രിക്കേഷൻ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നു, ഓപ്ഷൻ ബി ഫോഴ്സ് ഫീഡ് ലൂബ്രിക്കേഷൻ, ഓപ്ഷൻ സി ഓയിൽ പമ്പ് ലൂബ്രിക്കേഷൻ, ഓപ്ഷൻ ഡി സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ. സോ ഇവിടെ ഉത്തരം എന്താ വരിക? ഇവിടെ ഉത്തരം വരിക ദാറ്റ് ഈസ് ഓയിൽ റിംഗ് ഓയിലിംഗ് എന്നൊക്കെ. റിംഗ് ഓയിലിംഗ് ഒക്കെ എവിടെയാണ് സംഭവം? ബേസിക്കലി ഇത് സ്പ്ലാഷ് ടൈപ്പ് ആണ്. സ്പ്ലാഷ് ടൈപ്പ് ആണ്. സോ ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റു ചോദ്യം: വിച്ച് കട്ടിംഗ് ഫ്ലൂയിഡ് ഈസ് പ്രിഫേർഡ് ടു സ്റ്റീൽ അലോയ്സ് ഫോർ ത്രെഡിങ്. സ്റ്റീൽ അലോയ്സ് ഫോർ ത്രെഡിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് കട്ടിംഗ് ഫ്ലൂയിഡ് ആണ് നമ്മൾ സ്റ്റീൽ അലോയി ത്രെഡ് ചെയ്യുന്ന സമയത്ത് പ്രിഫർ ചെയ്യുന്നത്? ഓപ്ഷൻ എ സോലുബിൾ ഓയിൽ, ഓപ്ഷൻ ബി കെറസിൻ, ഓപ്ഷൻ സി ഡ്രൈ എയർ, ഓപ്ഷൻ ഡി ലാർഡ് ഓയിൽ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ലാർഡ് ഓയിൽ ആണ്. ശ്രദ്ധിക്കാത്തതിൽ സ്റ്റീൽ അലോയ്സ് ഒക്കെ നമുക്ക് ലാർഡ് ഓയിൽ കൊണ്ട് നമുക്ക് കട്ടിംഗ് ഫ്ലൂയിഡ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ത്രെഡിങ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. സോ വാട്ട് ഈസ് ദ കൈനറ്റിക് വിസ്കോസിറ്റി ഓഫ് സെർവോ സിസ്റ്റം 68 ഓയിൽ അറ്റ് 40 ഡിഗ്രി സെൽഷ്യസ്? അപ്പോൾ ഇത്തരത്തിൽ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ദാറ്റ് ഈസ് നോർത്തിരുന്നാൽ മതി. കൈനറ്റിക് വിസ്കോസിറ്റി ഓഫ് സെർവോ സിസ്റ്റം 68 ഓയിൽ അറ്റ് 40 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷനെ കൊടുത്തിരിക്കുന്നത് 29.33, ഓപ്ഷൻ ബി 55.60, ഓപ്ഷൻ സി 64.72, ഓപ്ഷൻ ഡി 78. അപ്പൊ അത്രയും സെന്റി സ്റ്റോക്സിലായിരിക്കും പറയുന്നുണ്ടാവുക. ഇവിടെ ഉത്തരം എന്താ വരിക? ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. 64.72 ആണ് ഉത്തരമായിട്ട് വരിക. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: സോ കാൽക്കുലേറ്റ് ദ RPM ഫോർ HSS ഡ്രിൽ ഡയമീറ്റർ 90 mm to cut mild steel. അതായത് calculate the RPM for HSS drill having a diameter 19 mm to cut mild steel material. അപ്പൊ ഇവിടെ ഓപ്ഷനെ കൊടുത്തിരിക്കുന്നത് നമ്മളുടെ RPM-ലാണ്. കാൽക്കുലേറ്റ് RPM ആണ് 498 RPM, 503 RPM, 118 RPM, ഓപ്ഷൻ ഡി 608 RPM. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് കട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത് that is pi dn by
1000 എന്നുള്ള ഇക്വേഷൻ നമുക്ക് ബേസിക്കലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ, കട്ടിംഗ് സ്പീഡ്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് മൈൽഡ് സ്റ്റീൽ കട്ട് ചെയ്യുന്ന സമയത്തുള്ള കട്ടിംഗ് സ്പീഡിന്റെ വാല്യൂ നമുക്കറിയാം, പൈയുടെ വാല്യൂ നമുക്കറിയാൻ കഴിയും. ഡി എന്ന് പറയുന്നത് 19 തന്നിട്ടുണ്ട്, എൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. സോ ബേസിക് ഇക്വേഷൻ ഇത് തന്നെയാണ്. സോ ഇതിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കട്ടിംഗ് സ്പീഡ് മീറ്റർ പെർ മിനിറ്റില് കറസ്പോണ്ടിങ് മൈൽഡ് സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം 20 to 30 എന്ന റേഞ്ച് ആണ് നമുക്കറിയാം. 20 to 30 ആണ്. അപ്പൊ 30 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? സോ കട്ടിംഗ് സ്പീഡിന്റെ വാല്യൂ 30 മീറ്റർ പെർ മിനിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കാം. ഈ വിയുടെ വാല്യൂ നമ്മൾ 30 കൊടുക്കുക. കറസ്പോണ്ടിങ് പൈ ഡി എൻ ബൈ 1000 എന്ന് പറയുന്നതാണ് കട്ടിംഗ് സ്പീഡ്. സോ അതിൽ നിന്നും എൻ എന്ന് പറയുന്നത് നമുക്കറിയാം വി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ഡി എന്നുള്ള ഇക്വേഷനിലേക്ക് വരും. സോ ഇക്വേഷൻ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്നത്. സോ 1000 ഇൻറ്റു വിയുടെ വാല്യൂ 30 മീറ്റർ പെർ മിനിറ്റ് ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 19 ചെയ്യാം. ഓക്കെ, അപ്പൊ അപ്രോക്സിമേറ്റ് എത്ര വാല്യൂ വരും? നമുക്ക് 502.6 RPM വരും. സോ നമ്മളുടെ ഓപ്ഷനിലേക്ക് നോക്കുന്ന സമയത്ത് 502.6 പകരം നമുക്ക് 503 കിടപ്പുണ്ട്. സോ നമ്മളുടെ ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ ബി 503 ആണ്. സോ 503 503 ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ലെറ്റർ ഡ്രിൽ ഹാസ് ലാർജസ്റ്റ് ഡയമീറ്റർ? വിച്ച് ലെറ്റർ ഡ്രിൽ ഹാസ് ലാർജസ്റ്റ് ഡയമീറ്റർ? തന്നിരിക്കുന്നതിനകത്ത് ഏത് ലെറ്ററിനാണ് ലാർജസ്റ്റ് ഡയമീറ്റർ എന്നുള്ളത്? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് R, ഓപ്ഷൻ ബി Z, ഓപ്ഷൻ സി ഡി, ഓപ്ഷൻ ഡി കൊടുത്തിരിക്കുന്നത് എന്താണ്? L ആണ് അല്ലെ. ഓപ്ഷൻ ഡി കൊടുത്തത് L ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഏതിനാണ് ലാർജസ്റ്റ് ഡയമീറ്റർ കൊടുത്തിരിക്കുന്നത് അല്ലെ. സോ ഇവിടെ നോക്കി, അപ്പൊ ഇവിടെ ഡയമീറ്റർ വാല്യൂ നോക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഇവിടെ എ ഉണ്ട്. സോ ലെറ്റർ ഡ്രിൽ എ മുതൽ Z വരെ കൊടുത്തിട്ടുണ്ട്. കറസ്പോണ്ടിങ് ഡയമീറ്റർ കൊടുത്തിട്ടുണ്ട് ഇൻ mm. അപ്പൊ mm ഉണ്ട്, ഇഞ്ചസിലും ഉണ്ട്. അപ്പൊ mm ഓക്കെ. എ എന്ന് പറയുന്നത് 5.944 ആണ്. അതുപോലെ തന്നെ Z എന്ന് പറയുന്നത് എന്താ? 10.490 ആണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവിടെ ഉത്തരം എന്താണ് വരിക? സോ ഇവിടെ ഉത്തരം Z ആണ് ലാർജസ്റ്റ് ഡയമീറ്റർ എന്ന് പറയുന്നത് അല്ലെ. സോ ലെറ്റർ ഡ്രിൽ ഹാസ് ലാർജസ്റ്റ് ഡയമീറ്റർ എന്ന് പറയുന്നത് Z-നാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. Z-നാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ആർ ലെറ്റർ ഡ്രിൽ അല്ലെ. ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ആർ ലെറ്റർ ഡ്രില്ലിന്റെ ഡയമീറ്റർ വാല്യൂ എത്ര എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് 8.611, ഓപ്ഷൻ ബി 10.490, ഓപ്ഷൻ സി 5.944, ഓപ്ഷൻ ഡി 7.036. സോ ഇവിടെ ഉത്തരമായിട്ട് വരിക ദാറ്റ് ഈസ് ഓപ്ഷൻ എ തന്നെയാണ്. 8.611 ആണ് ലെറ്റർ ആർ ഡ്രില്ലുമായി ബന്ധപ്പെട്ട് കറസ്പോണ്ടിങ് ഡയമീറ്റർ എന്ന് പറയുന്നുണ്ടാവുക. സോ 8.611 ആണ്. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ R ആണെന്നുണ്ടെങ്കിൽ, സോ R ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഡയമീറ്റർ ഇൻ mm 8.61 mm ആണെന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാൻ. ചോദ്യം ഇതാണ്, ടംബ്ലർ ഗിയർ മെക്കാനിസം ഇൻ എ ലെയ്ത്ത് മെഷീൻ ഈസ് യൂസ്ഡ് ഫോർ. ടംബ്ലർ ഗിയർ മെക്കാനിസം ഇൻ എ ലെയ്ത്ത് മെഷീൻ ഈസ് യൂസ്ഡ് ഫോർ ചേഞ്ച് ദ ഡിറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് സ്പിൻഡിൽ. ഓക്കെ, നമുക്കറിയാം ആ ഒരു സ്പിൻഡിലിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. നമുക്കറിയാം അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ചേഞ്ച് ദ ഡിറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ലീഡ് സ്ക്രൂ. നമുക്കറിയാം ലീഡ് സ്ക്രൂവിന്റെ റൊട്ടേഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടാകും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ചേഞ്ച് ദി ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ഫീഡ് ഷാഫ്റ്റ്. ഇഗെയിൻ നമുക്ക് കറക്റ്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ചേഞ്ച് ദി ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് ഓഫ് ക്യാരേജ് അല്ലെ, അതും കറക്റ്റ് ആണ്. സോ 2, 3, 4 കറക്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. നെർലിംഗ് ഈസ് ഡൺ ഓൺ എ വർക്ക് പീസ് ടു. നെർലിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ നമ്മളൊരു വർക്ക് പീസിൽ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഇംപ്രൂവ് ഗ്രിപ്പ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇൻക്രീസ് ഡയമീറ്റർ സ്ലൈറ്റ്ലി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എൻഹാൻസ് അപ്പിയറൻസ് അല്ലെ. നമുക്കറിയാം നെർലിംഗ് ചെയ്യുന്ന സമയത്ത് ഗ്രിപ്പ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടാകും, ഡയമീറ്റർ വളരെ ചെറിയ രീതിയിൽ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടാകും അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ടാകും. അതുപോലെ തന്നെ ആ ഒരു അപ്പിയറൻസ് നന്നായിട്ട് എൻഹാൻസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. സോ മൂന്നും കറക്റ്റ് ആണ്. സോ ഓൾ ഓഫ് ദി അബോവ്, ഓപ്ഷൻ എ തന്നെ നമുക്ക് ഉത്തരമായിട്ട് കൺസിഡർ ചെയ്യാം. ഓപ്ഷൻ എ ആണ്, ഓൾ ഓഫ് ദി അബോവ് ആണ് കറക്റ്റ്. 17ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ടൂൾ ഈസ് നോട്ട്
clamped rigidly while facing. ഫേസിംഗ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ടൂള് കൃത്യമായിട്ട് ഹോൾഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ക്ലാമ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. അവിടെ ഒരു കോൺവെക്സ് ഫേസ് നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാകുന്നു എന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. ഓപ്ഷൻ ബി കോൺകേവ് ഫേസ്, ഓപ്ഷൻ സി ടിപ്പ് ഇൻ ദ സെന്റർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. സോ ഇവിടെ ഉത്തരമായിട്ട് വരിക ദാറ്റ് ഈസ് കോൺകേവ് ഫേസ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നുണ്ടാവുക. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം, തന്നിരിക്കുന്ന ചിത്രത്തിൽ എക്സ് എന്ന് പറയുന്ന പാർട്ടിനെ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു? എക്സ് എന്ന് പറയുന്ന പാർട്ട് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ക്ലാമ്പിംഗ് സ്ക്രൂ, ഓപ്ഷൻ ബി ബൈൻഡർ സ്ക്രൂ, ഓപ്ഷൻ സി സെറ്റ് ഓവർ സ്ക്രൂ, ഓപ്ഷൻ ഡി സ്പിൻഡിൽ ലോക്കിംഗ് സ്ക്രൂ. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി സെറ്റ്, ദാറ്റ് ഈസ് സെറ്റ് ഓവർ സ്ക്രൂ ആണ്. സോ ദി സ്ക്രൂ എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി അത് സെറ്റ് ഓവർ സ്ക്രൂ ആണെന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ആംഗിൾ മാർക്ക്ഡ് എക്സ്? അല്ലെ, ഈ പറഞ്ഞ ഇതിൽ ആംഗിൾ മാർക്ക് ചെയ്തിരിക്കുന്ന എക്സ് എന്ന് പറയുന്ന ആംഗിൾ ഏതാണെന്നുള്ളതാണ് ചോദ്യം. സൈഡ് റേക്ക് ആംഗിൾ, ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ടോപ്പ് റേക്ക് ആംഗിൾ, ഓപ്ഷൻ സി സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ, ഓപ്ഷൻ ഡി സൈഡ് ക്ലിയറൻസ് ആംഗിൾ. അപ്പൊ ഇവിടെ ഉത്തരം എന്താ വരിക? നമുക്കറിയാം സൈഡ് റേക്ക് ആംഗിൾ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. സൈഡ് റേക്ക് ആംഗിൾ ആണ്. ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം, a workpiece of diameter 60 mm undergoing turning operation during first cut, depth of cut is given 5 mm. For second cut, RPM is selected 100,000 RPM. What is the cutting speed of the second cut? അല്ലെ, രണ്ടാമത് കട്ട് ചെയ്യുന്ന സമയത്ത് കട്ടിംഗ് സ്പീഡ് കണ്ടുപിടിക്കാനാണ്. സോ കട്ടിംഗ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ബേസിക് ഇക്വേഷൻ 5dn ഡിവൈഡ് ബൈ 1000 തന്നെയാണ്. നമുക്കറിയാം മീറ്റർ പെർ മിനിറ്റ് ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെപ്ത് ഓഫ് കട്ട് മാറുന്നുണ്ട്. സോ ഡെപ്ത് ഓഫ് കട്ട് നമ്മൾ 5 mm കൊടുത്തു. അപ്പൊ ടോട്ടൽ 60 നിന്നും ടോട്ടൽ 10 mm കുറയുന്നുണ്ടാകും. അപ്പോൾ നിലവിലുള്ള ഡയമീറ്റർ എന്ന് പറയുന്നത് D2 എന്ന് പറയുന്നത് നമുക്കറിയാം ദാറ്റ് ഈസ് 50 mm ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കട്ടിംഗ് സ്പീഡ് V ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു കറസ്പോണ്ടിങ് D2 അല്ലെ. D2 എന്ന് പറഞ്ഞാൽ 50 mm ഇൻറ്റു കറസ്പോണ്ടിങ് 1000 RPM ഡിവൈഡഡ് ബൈ 1000 എന്നുള്ള രീതിയിൽ വരുന്നുണ്ടാകും. സോ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ 3.14 ഇൻറ്റു 50 ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. സോ റൈറ്റ് ആൻസർ ഈസ് 157 അല്ലെ, 157 മീറ്റർ പെർ മിനിറ്റ് ആണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ഷാഫ്റ്റ് ഓഫ് 800 mm ലെങ്ത് is to be turned for a taper of length 250 mm. 250 mm. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ amount of taper എന്ന് പറയുന്നത് എന്താണ്? amount of taper is 1:100. 1:100 ആണ്. The large diameter of taper is 50 mm. What is the small diameter? അല്ലെ, ലാർജ് ഡയമീറ്റർ 50 mm ആണ്. സ്മോൾ ഡയമീറ്റർ എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന ചോദ്യത്തിനകത്ത് കോണസിറ്റി കെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡി മൈനസ് ഡി ഡിവൈഡ് ബൈ എൽ എന്ന് പറയുന്നത് എന്താണ് വാല്യൂ തന്നിരിക്കുന്നത്? 1/100 ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1/100 ഈസ് ഈക്വൽ ടു എന്താണ്? ക്യാപിറ്റൽ ഡി നമുക്ക് അറിയുമോ? ക്യാപിറ്റൽ ഡി നമുക്ക് ദാറ്റ് ഈസ് ലാർജസ്റ്റ് ഡയമീറ്റർ ഡി, ദാറ്റ് ഈസ് 50 മൈനസ് സ്മോൾ ഡി ഡിവൈഡഡ് ബൈ എൽ എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഓഫ് ദ ടേപ്പർ ആണ് അല്ലെ. സോ അത് 250 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 250 ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് 100 into 50, ദാറ്റ് ഈസ് 5000 മൈനസ് 100d എന്ന് എഴുതാൻ പറ്റും അല്ലെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100d ഈസ് ഈക്വൽ ടു എത്രയാ വരിക? ദാറ്റ് ഈസ് ഓക്കെ ഫൈൻ. അപ്പൊ ഇവിടെ നമുക്ക് എൽ, ഓക്കെ ഫൈൻ. 100d, ദാറ്റ് ഈസ് 100d ഈസ് ഈക്വൽ ടു 4750 എന്ന് പറയും. സോ ഡി ഈസ് ഈക്വൽ ടു 750 ഡിവൈഡ് ബൈ 100 എന്നുള്ള വാല്യൂസിലേക്ക് വരും. സോ രണ്ട് മാറ്റി ഡെസിമൽ മാറ്റാം. സോ 47.50. സോ അത്രയാണ് കറസ്പോണ്ടിങ് mm വരുന്നത്. സോ 47.50 mm ആയിരിക്കും നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ ഓപ്ഷനിലേക്ക് നോക്കാം. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ, 47.5 mm. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ ചേഞ്ച് ഗിയർ ടു കട്ട് എ worm of 0.4 inch lead on the lathe having lead screw of 4 TPA.
സോ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന ഡ്രൈവർ ടീത്ത് 70, ഡ്രിവൺ ടീത്ത് 50. ഓപ്ഷൻ ബി ഡ്രൈവർ ടീത്ത് 50, ഡ്രിവൺ ടീത്ത് 125. ഓപ്ഷൻ സി ഡ്രൈവർ ടീത്ത് 80, ഡ്രിവൺ ടീത്ത് 50. ഓപ്ഷൻ ഡി ഡ്രൈവർ ടീത്ത് 80, ഡ്രിവൺ ടീത്ത് 100. ഓക്കെ, അപ്പൊ ഇവിടെ ഉത്തരമായിട്ട് വരുന്നതാവുക ഓപ്ഷൻ സി ആണ്, ഡ്രൈവർ ടീത്ത് 80 ആൻഡ് ഡ്രിവൺ ടീത്ത് 50. സോ അതെങ്ങനെയാ വന്നത് നമുക്ക് നോക്കാം. ബേസിക് ഇക്വേഷനിലേക്ക് വരാം. ഡ്രൈവർ ബൈ ഡ്രിവൺ ഈസ് ഈക്വൽ ടു ലീഡ് ടു ബി കട്ട് ഓൺ ദ ജോബ് ഡിവൈഡ് ബൈ ലീഡ് ഓഫ് ലീഡ് സ്ക്രൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദറ്റ് ഈസ് ഡ്രൈവർ ബൈ ഡ്രിവൺ ഈസ് ഈക്വൽ ടു കറസ്പോണ്ടിങ് എന്താണ് 0.4 ആണ് അല്ലെ, 0.4 ആണ് ലീഡ് ടു ബി കട്ട് ഓൺ ദ ജോബ് അല്ലെ. ഇതിൽ ചേഞ്ച് ഓഫ് ഗിയർ ചേഞ്ച് ഓഫ് ഗിയർ ടു കട്ട് എ വോം ഓഫ് 0.4 ഇഞ്ച് ആണെന്ന്. അപ്പം കട്ട് ചെയ്യേണ്ടത് ലീഡ് ടു ബി കട്ട് ഓൺ ദ ജോബ് എന്ന് പറഞ്ഞ 0.4 ഡിവൈഡഡ് ബൈ എന്താണ് 4 TPA ആണ് അല്ലെ. ലീഡ് ഓഫ് ലീഡ് സ്ക്രൂ എന്ന് പറയുന്നത് 1 ഇഞ്ചിൽ 4 ആണ്. അപ്പം മൊത്തത്തിൽ നമുക്ക് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 1/4 ആണ്. സോ ദാറ്റ് മീൻസ് 0.25 ആണ്. സോ 0.4 ഡിവൈഡ് ബൈ 25 ലൈക്ക് 1.6 വരുന്നുണ്ടാകും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവർ ബൈ ഡ്രിവൺ എന്ന് പറയുന്ന റേഷ്യോ, ഡ്രൈവർ ഡിവൈഡ് ബൈ ഡ്രിവൺ എന്ന് പറയുന്ന റേഷ്യോ എന്ത് വരണം, 1.6 വരുന്നുണ്ട്, 1.6. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ 80/50 എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, ദാറ്റ് ഈസ് 1.6 ആണ് നമ്മളുടെ വാല്യൂ വരുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരം ഓപ്ഷൻ സി 80 അല്ലെ, ഡ്രൈവർ ടീത്ത് 80, ഡ്രിവൺ ടീത്ത് 50 എന്നുള്ള ഡയറക്റ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. 23ാമത്തെ ചോദ്യമാണ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സെന്റർ ഷോൺ ഇൻ ദ ഫിഗർ. തന്നിരിക്കുന്ന ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന സെന്ററിന്റെ പേരെന്താണ്? ടിപ്ഡ് സെന്റർ, ഫ്രിക്ഷൻലെസ് സെന്റർ, റിവോൾവിംഗ് സെന്റർ, സെൽഫ് ഡ്രൈവിംഗ് ലൈഫ് സെന്റർ. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സെൽഫ് ഡ്രൈവിംഗ് ലൈഫ് സെന്ററിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു ചോദ്യം, ഇഫക്റ്റീവ് ഡയമീറ്റർ ഓഫ് സ്ക്രൂ ത്രെഡ് ഈസ് മെഷേർഡ് യൂസിംഗ്. ഇഫക്റ്റീവ് ഡയമീറ്റർ ഓഫ് സ്ക്രൂ ത്രെഡ് ഈസ് മെഷേർഡ് ബൈ സ്ക്രൂ ത്രെഡ് മൈക്രോമീറ്റർ, ഓപ്ഷൻ ബി വി പ്രിസം, ഓപ്ഷൻ സി സ്ലിപ്പ് ഗേജ് ആൻഡ് മൈക്രോമീറ്റർ, ഓപ്ഷൻ ഡി വെർനിയർ കാലിപ്പർ. സോ ഉത്തരം എന്താ വരിക? നമുക്കറിയാം ഇഫക്റ്റീവ് ഡയമീറ്റർ എന്ന് പറയുന്നത് എന്തിന്റെ സഹായത്തോടു കൂടിയാണ്? സ്ക്രൂ ത്രെഡ് മൈക്രോമീറ്റർ സഹായത്തോടു കൂടിയാണ്. 25ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വൈൽ കട്ടിംഗ് ത്രെഡ് യൂസിംഗ് സിംഗിൾ പോയിന്റ് ടൂൾ ഇൻ ലെയ്ത്ത്, വൈൽ കട്ടിംഗ് ത്രെഡ് യൂസിംഗ് സിംഗിൾ പോയിന്റ് ടൂൾ ഇൻ ലെയ്ത്ത്, the tool is aligned with work by using, option A template, option B center gauge, option C tailstock center, option D surface gauge. ഇത്തരത്തിൽ നമുക്ക് ടൂളിനെ അലൈൻ ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു ടൂൾ ആംഗിൾ ഒക്കെ 60 ഡിഗ്രി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ടൂൾ ഗേജ് തന്നെയാണ്, സെന്റർ ഗേജ് തന്നെയാണ്. സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം, ഹൗ ദ ബ്രിട്ടീഷ് ത്രെഡ് ചേസിംഗ് ഡയൽ ഡിഫർ ഫ്രം മെട്രിക് ത്രെഡ് ചേസിംഗ് ഡയൽ. സോ ഹൗ ദ ബ്രിട്ടീഷ് ത്രെഡ് ചേസിംഗ് ഡയൽ ഡിഫർ ഫ്രം മെട്രിക് ത്രെഡ് ചേസിംഗ് ഡയൽ. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് സെയിം ആസ് മെട്രിക് ത്രെഡ് ചേസിംഗ് ഡയൽ, ഓപ്ഷൻ ബി 1 worm wheel and different dial, ഓപ്ഷൻ സി മോർ ദാൻ 1 worm wheel and different dial, ഓപ്ഷൻ ഡി 1 worm wheel and 1 dial. സോ ഇവിടെ ഉത്തരം എന്താ വരിക? ഓപ്ഷൻ ഡി 1 worm wheel and 1 dial ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. 27ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, കൺസിഡർ ദ ഫോളോയിങ് പ്രൊഡക്ഷൻ ഓപ്പറേഷൻ ഓഫ് ഗിയർ മാനുഫാക്ചറിംഗ്. ഗിയർ മാനുഫാക്ചറിംഗുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഡക്ഷൻ ഓപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് മില്ലിംഗ് വിത്ത് ഫോം കട്ടർ. യഥാർത്ഥത്തിൽ ഗിയർ മാനുഫാക്ചറിംഗുമായി ബന്ധപ്പെട്ട് മില്ലിംഗ് വിത്ത് ഫോം കട്ടർ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. റാക്ക് ടൈപ്പ് ഗിയർ ഷേപ്പർ അല്ലെങ്കിൽ ഗിയർ പ്ലെയിനർ എന്ന് പറയുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് റോട്ടറി ഗിയർ ഷേപ്പർ അല്ലെങ്കിൽ ഗിയർ ഷേപ്പർ എന്നറിയപ്പെടുന്നു. നാലാമത്തെ ഗിയർ ഹോപ്പിംഗ് ആണ്. അപ്പൊ ഇത് ഇത്തരത്തിലുള്ള മാനുഫാക്ചറിംഗ് ഓപ്പറേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചോദ്യം ഇതാണ്, കറക്റ്റ് സീക്വൻസ് ഓഫ് ദീസ് പ്രോസസ് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആക്യുറസി ഓഫ് കൺവല്യൂട്ട് പ്രൊഫൈൽ ഓഫ് ദ ഗിയർ. ഇത്തരത്തിൽ എന്താണ് ഇൻവല്യൂട്ട് പ്രൊഫൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇത്തരത്തിൽ ഏത് കറക്റ്റ് സീക്വൻസ് ഏതാണെന്നുള്ളതാണ്. സോ അത് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇവിടെ ഇൻവല്യൂട്ട് ആണ് ഉദ്ദേശിക്കുന്നത്, അവര് ഇത്തരത്തിൽ ഇൻവല്യൂട്ട് പ്രൊഫൈൽ ഓഫ് ഗിയർ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് സീക്വൻസ് ഓഫ് ദിസ് പ്രോസസ് ഈസ് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആക്യുറസി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ ഓപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ മില്ലിംഗ് വിത്ത് ഫോം കട്ടർ ഉണ്ട്, റാക്ക് ടൈപ്പ് ഗിയർ ഷേപ്പർ ഉണ്ട്, റോട്ടറി ഗിയർ ഷേപ്പർ ഉണ്ട്, ഗിയർ ഹോപ്പിംഗ് ഉണ്ട്. അപ്പൊ ഇവിടെ ഏറ്റവും തുടക്കത്തിൽ വരുന്നുണ്ടാവുക നമുക്ക് ഗിയർ പ്ലെയിനർ തന്നെയായിരിക്കും. സോ അത്തരത്തിൽ രണ്ടാമത്തെ ആണ് 2, അതുപോലെ അതിനുശേഷം റോട്ടറി ഗിയർ ഷേപ്പർ, അതിനുശേഷം
മില്ലിംഗ് വിത്ത് ഫോം കട്ടർ, അതിനുശേഷം ഗിയർ ഹോബിംഗ്. അപ്പൊ ഗിയർ ഹോബിംഗ് ആണ് ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. 28ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. മില്ലിംഗ് പ്രോസസ് ടു മിൽ ബോത്ത് സൈഡ് ഓഫ് എ വർക്ക് പീസ് ടുഗദർ, ടു സൈഡ് മില്ലിംഗ് കട്ടേഴ്സ് ആർ മൗണ്ടഡ് അറ്റ് ദ അപ്രോപ്രിയേറ്റ് ഡിസ്റ്റൻസ് അപ്പാർട്ട്. ദിസ് കോൺഫിഗറേഷൻ ഈസ് നോൺ ആസ്. ഇത്തരത്തിൽ രണ്ട് ഭാഗത്തായിട്ട് അല്ലെ, രണ്ട് ഭാഗത്തായിട്ട് നമ്മൾ രണ്ട് മില്ലിംഗ് കട്ടറുകൾ വെച്ചുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്ത് മാറുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ഇത്തരത്തിൽ രണ്ട് മില്ലിംഗ് കട്ടറുകളാണ് രണ്ട് സൈഡുകളായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അപ്രോപ്രിയേറ്റ് ഡിസ്റ്റൻസ്, വേണ്ടുന്ന ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓപ്ഷൻ എ ഗാങ് മില്ലിംഗ്, ഓപ്ഷൻ ബി സൈഡ് മില്ലിംഗ്, ഓപ്ഷൻ സി സ്ട്രിംഗ് മില്ലിംഗ്, ഓപ്ഷൻ ഡി സ്ട്രാഡിൽ മില്ലിംഗ്. യെസ്, റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി സ്ട്രാഡിൽ മില്ലിംഗ്. മറ്റു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. മില്ലിംഗ് കട്ടർ ഹാവിംഗ് 8 teeth is rotating at 200 rpm. If feed per tooth is 0.1, then the table speed in mm per minute is. ടേബിൾ സ്പീഡ് എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? നമുക്കറിയാം ടേബിൾ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്പർ ഓഫ് ടീത്ത് ഇൻറ്റു ഫീഡ് പെർ ടൂത്ത് ഇൻറ്റു RPM ആണ്. സോ നമ്പർ ഓഫ് ടീത്ത് 8 തന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് ഫീഡ് പെർ ടൂത്ത് എന്ന് പറയുന്നത് 0.1 mm per tooth തന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് RPM 200 RPM തന്നിട്ടുണ്ട് അല്ലെ. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സ്റ്റേബിൾ സ്പീഡ് വിൽ ബി എത്രയാണ്? 160 mm per minute ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. 160 mm per minute ആണ് ഉത്തരമായിട്ട് വരിക. മറ്റു ചോദ്യം. ഇന്റേണൽ ഗിയർ മേ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ഗിയർ മില്ലിംഗ്, ഗിയർ ഹോബിംഗ്, ഗിയർ ഷേപ്പിംഗ് വിത്ത് പിനിയൻ കട്ടർ. ഓപ്ഷൻ ഡി ഗിയർ ഷേപ്പിംഗ് വിത്ത് റാക്ക് കട്ടർ. സോ റൈറ്റ് ആൻസർ ഈസ് ഗിയർ ഷേപ്പിംഗ് വിത്ത് പിനിയൻ കട്ടർ ആണ് നമ്മൾ ഇന്റേണൽ ആയിട്ടുള്ള ഗിയർ കട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ടാവുക. ഗിയർ മില്ലിംഗ് ആയിക്കോട്ടെ, ഹോബിംഗ് ഒക്കെ ആയിക്കോട്ടെ, അത് എക്സ്റ്റേണൽ ഗിയറിനാണ് പൊതുവെ യൂസ് ചെയ്യുന്നുണ്ടാവുക. റാക്ക് കട്ട് ചെയ്യാനൊക്കെ ആയതും അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള മെത്തേഡുകളാണ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഗിയറുകളാണെന്ന് ഓർത്തിരിക്കുക. ഇവിടെ ഇന്റേണൽ ഗിയർ എന്ന് പറയുന്ന ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം. ദ ടേബിൾ ഇൻ എ പ്ലെയിൻ മില്ലിംഗ് മെഷീൻ ക്യാൻ ബി മൂവ്ഡ്. പ്ലെയിൻ മില്ലിംഗ് മെഷീൻ അത് ടേബിൾ എങ്ങനെയൊക്കെ മൂവ് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ലോഞ്ചിറ്റ്യൂഡലി, ഓപ്ഷൻ ബി ക്രോസ് വൈസ്, ഓപ്ഷൻ സി വെർട്ടിക്കലി, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. യെസ്, റൈറ്റ് ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബോവ് ആണ്. എല്ലാ രീതിയിലും, എല്ലാ മൂവ്മെന്റ്, എല്ലാ ആക്സിസിലും നമുക്ക് എന്താണ് പറ്റും? ലോഞ്ചിറ്റ്യൂഡലി ആയിക്കോട്ടെ, ക്രോസ് വൈസ് ആയിക്കോട്ടെ, വെർട്ടിക്കലി ആയിക്കോട്ടെ, ഇത്തരത്തിൽ നമുക്ക് എല്ലാ ഡയറക്ഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഇതിനെ മൂവ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു ചോദ്യം. ബൾക്കി വർക്ക് പീസസ് വിത്ത് ഇറഗുലർ ഷേപ്പ് ആർ ഹെൽഡ് ഇൻ മില്ലിംഗ് മെഷീൻ ടേബിൾ യൂസിംഗ് ഓപ്ഷൻ എ വി ബ്ലോക്ക്, ഓപ്ഷൻ ബി ആംഗിൾ പ്ലേറ്റ്, ഓപ്ഷൻ സി ടി ബോൾട്ട് ആൻഡ് ക്ലാമ്പ്, ഓപ്ഷൻ ഡി സ്വെൽ വൈസ്. സോ ബൾക്കി വർക്ക് പീസ് ഒക്കെ നമ്മൾ എന്താണ് എങ്ങനെയായിരിക്കും വെക്കുന്നുണ്ടാവുക? യെസ്, ടി ബോൾട്ട് വിത്ത് ക്ലാമ്പ് അല്ലെ. ടി ബോൾട്ടും ക്ലാമ്പിന്റെ ഒക്കെ സഹായത്തോടുകൂടിയായിരിക്കും ബൾക്കി അല്ലെങ്കിൽ ഇറഗുലർ ഷേപ്പ് വർക്ക് പീസുകൾ വെക്കുന്നുണ്ടാവുക. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം. കൊളറ്റ് ആർ യൂസ്ഡ് ടു ഹോൾഡ് ദ മില്ലിംഗ് കട്ടേഴ്സ് ഡാഷ് ഹാവിംഗ് സ്പിൻഡിൽ ടേപ്പർ. ഇതിൽ കൊളറ്റ്സുകൾ പൊതുവെ നമ്മൾ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സോ കൊളറ്റ്സുകൾ പൊതുവെ നമ്മൾ ഹോൾഡ് ചെയ്യാൻ മില്ലിംഗ് കട്ടർ ഹാവിംഗ് സ്മോളർ ഹാവിംഗ് സ്പിൻഡിൽ ടേപ്പർ. അർത്ഥത്തിൽ എന്താണ് മില്ലിംഗ് കട്ടർ സ്മോളർ ഹാവിംഗ് സ്പിൻഡിൽ ടേപ്പർ ആണ്. സോ ചെറിയ സ്പിൻഡിൽ ടേപ്പറുകളൊക്കെ ഉള്ള മില്ലിംഗ് കട്ടറുകൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊളറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. ദ കട്ടർ സ്റ്റാർട്ട്സ് ദ കട്ട് ഫ്രം ദ മെഷീൻഡ് സർഫസ് ആൻഡ് പ്രൊസീഡ് അപ്വേർഡ് ആൻഡ് ദ ജോബ് ഈസ് ഫെഡ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ കട്ടർ റൊട്ടേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ചോദ്യം എന്താണ് നമുക്കൊന്നുകൂടെ മനസ്സിലാക്കാം. So assertion തന്നിട്ടുണ്ട്, റീസൺ തന്നിട്ടുണ്ട്. അസേർഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇന്റേണൽ ഗിയേഴ്സ് ആർ മാനുഫാക്ചേർഡ് ഓൺ എ ഗിയർ ഷേപ്പർ. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ അതിന്റെ റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഹോബിംഗ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ മാനുഫാക്ചറിങ് ഇന്റേണൽ ഗിയർ. ഹോബിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്കറിയാം അത് എക്സ്റ്റേണൽ ഗിയറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. നോട്ട് സ്യൂട്ടബിൾ ഫോർ ഇന്റേണൽ ഗിയർ ആണ്. സോ അതും റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. പക്ഷേ അസേർഷന്റെ കൃത്യമായിട്ടുള്ള ഒരു റീസൺ അല്ല കൊടുത്തിരിക്കുന്നത് അല്ലെ. സോ അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോത്ത് എ ആൻഡ് ബി ആർ ട്രൂ, ബട്ട് എന്താണ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ അല്ലെ. എയുടെ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല കൊടുത്തിരിക്കുന്നത്. സോ ഇന്റേണൽ ഗിയേഴ്സ് ആർ മാനുഫാക്ചർ ഓഫ് ഗിയർ ഷേപ്പർ എന്ന് പറയുന്നത് ഹോബിംഗ് സ്യൂട്ടബിൾ അല്ലാത്തത് കൊണ്ടല്ല എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ, ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ എ എന്നുള്ളത് ഓർത്തിരിക്കാം. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റു ചോദ്യം. ടു പ്രൊഡ്യൂസ് ഫുൾ ഡെപ്ത് ഓഫ് സ്പർ ഗിയർ ബൈ ഗിയർ ഹോബിംഗ് മെത്തേഡ്, ദ നമ്പർ ഓഫ് ടീത്ത് ടു ബി കട്ട് ഈസ് 30.
മൊഡ്യൂൾ എന്ന് പറയുന്നത് 3 mm ആണ്. പ്രഷർ ആംഗിൾ തന്നിട്ടുണ്ട് 20 ഡിഗ്രി ആണ്. സോ ദ റേഡിയൽ ഡെപ്ത് ഓഫ് കട്ട് ടു ബി എംപ്ലോയിഡ് ഷുഡ് ബി ഈക്വൽ ടു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുന്നത് റേഡിയൽ കട്ടാണ്. അപ്പോൾ നമുക്ക് അതിന്റെ ആ വാല്യൂ ദാറ്റ് ഈസ് എന്താണ് ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് വാല്യൂ എത്രയാന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് 20 ഡിഗ്രി പ്രഷർ ആംഗിൾ ആണ്. സോ 20 ഡിഗ്രി പ്രഷർ ആംഗിൾ ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ അതിന്റെ ആ ഒരു ഡെപ്ത് വരുന്നുണ്ടാവുക. സോ ഡെപ്ത് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ 1.25 മൊഡ്യൂൾ ആയിരിക്കും വരുന്നുണ്ടാവുക. അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഡിഡൻഡത്തിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. സോ അഡൻഡം എന്ന് പറയുന്നത് 1 മൊഡ്യൂൾ തന്നെയായിരിക്കും. അഡൻഡം എന്ന് പറയുന്നത് 1 മൊഡ്യൂൾ തന്നെയാണ്. അപ്പൊ ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2.25 മൊഡ്യൂൾ ആണ് വരുന്നുണ്ടാവുക. സോ 2.25 മൊഡ്യൂൾ വരുന്ന സമയത്ത് സോ കറസ്പോണ്ടിങ് എത്ര ദാറ്റ് ഈസ് മൊഡ്യൂളിന്റെ വാല്യൂ എത്രയാണ്? മൊഡ്യൂൾ ഈസ് ഈക്വൽ ടു എത്രയാണ് തന്നിരിക്കുന്നത്? 3 mm ആണ്. 3 mm ആണ്. സോ 2.25 ഇൻറ്റു 3 എന്ന് പറയുന്നുണ്ടാവുക 6.75 എന്നായിരിക്കും വരുന്നുണ്ടാവുക. സോ ആൻസർ വിൽ ബി 6.75. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഓർത്തിരിക്കാവുന്നേ ഉള്ളൂ. ഇവിടെ പ്രഷർ ആംഗിൾ 20 ആയതുകൊണ്ട് തന്നെ 14.5 ആണെന്നുണ്ടെങ്കിൽ പ്രഷർ ആംഗിൾ 1.157 മൊഡ്യൂൾ ആണ് വാല്യൂ വരുന്നുണ്ടാവുക. 20 ഡിഗ്രി പ്രഷർ ആംഗിൾ ആയതുകൊണ്ട് തന്നെ 1.25 മൊഡ്യൂൾ ആണ് കറസ്പോണ്ടിങ് അതിന്റെ ഡിഡൻഡം വാല്യൂ വരുന്നുണ്ടാവുക. അഡൻഡം വാല്യൂ 1 മൊഡ്യൂൾ തന്നെയാണ്. ടോട്ടൽ ഡെപ്ത് ടോട്ടൽ ഡെപ്ത് ഓഫ് ടീത്ത് 2.25 മൊഡ്യൂൾ ആണ് വരുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ മൊഡ്യൂളിന്റെ വാല്യൂ എത്രയാണ്? 3 mm ആണ്. സോ മൊഡ്യൂൾ 3 mm ആണ്. സോ 3 ഇൻറ്റു 2.25 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6.75 വാല്യൂ വരുന്നുണ്ടാകും. സോ കറസ്പോണ്ടിങ് വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റേ ചോദ്യം അപ്മില്ലിങ്ങുമായി ബന്ധപ്പെട്ടാണ്. ഇൻ അപ്മില്ലിംഗ് പ്രോസസ് the cutter start the cut from machine to surface and proceed upward. അല്ലെ ഇതിൽ that is cutter start the cut from the machine to surface and proceed upward. കറക്റ്റ് ആണ്. പിന്നീട് നോക്കിയ എന്താണ്? പിന്നീട് the cutter start the cutter from the top surface and proceed downward. അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. The job is spread in a direction opposite to the cutter rotation. കറക്റ്റ് ആണ്. ഇത് രണ്ടും ആദ്യത്തും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. The job is spread in the same direction as that of cutter rotation. റോങ് ആണ്. അപ്പൊ ഇവിടെ 1 ഉം 3 ഉം കറക്റ്റ് ആണ്. 1 ഉം 3 ഉം കറക്റ്റ് ആണ്. ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റേ ചോദ്യം മില്ലിംഗ് കട്ടർ മേ ഹാവ് സർഫസ് മെയ്ഡ് അപ്പ് ഓഫ്. അല്ലെ ഇത്തരത്തിൽ മില്ലിംഗ് കട്ടർ മേ ഹാവ് സർഫസ് മെയ്ഡ് ഓഫ് ഹൈ സ്പീഡ് സ്റ്റീൽ, സിമെന്റഡ് കാർബൈഡ്, അലുമിനിയം ഓക്സൈഡ്, ബോത്ത് എ ആൻഡ് ബി. ദ റൈറ്റ് ആൻസർ വിൽ ബി ബോത്ത് എ ആൻഡ് ബി. സിമെന്റ് കാർബൈഡും HSS ഉണ്ടാവാറുണ്ട്, നമ്മൾ യൂസ് ചെയ്യാറുണ്ട് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റൊരു ചോദ്യം നോർമലി ദ മില്ലിംഗ് മെഷീൻ ടേബിൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. നോർമലി സാധാരണഗതിയിൽ മില്ലിംഗ് മെഷീൻ ടേബിൾ എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു? ഓപ്ഷൻ എ കാസ്റ്റ് അയൺ, ഓപ്ഷൻ ബി സ്റ്റീൽ, ഓപ്ഷൻ സി റോട്ട് അയൺ, ഓപ്ഷൻ ഡി ഹൈ കാർബൺ സ്റ്റീൽ. യെസ്, റൈറ്റ് ആൻസർ വിൽ ബി എന്താണ്? കാസ്റ്റ് അയൺ. ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ബൈ അനലൈസിംഗ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൻ ബിലോ റിലേറ്റഡ് ടു ടൈപ്പ് ഓഫ് ബോണ്ട് ആൻഡ് അബ്രസീവ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ കാൻഡിംഗ് വീൽ. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. എമറി, കൊറൻഡം, അതുപോലെ തന്നെ സാൻഡ്സ്റ്റോൺ, അതുപോലെ തന്നെ സിലിക്കൺ കാർബൈഡ് ആർ നാച്ചുറൽ അബ്രസീവ് എന്ന് പറയുന്നത്. സിലിക്കൺ കാർബൈഡ് എന്ന് പറയുന്നത് നാച്ചുറൽ അബ്രസീവ് അല്ല. സോ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്ന് കൺസിഡർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. സിലിക്കൺ കാർബൈഡ് ഈസ് യൂസ്ഡ് ഫോർ ഗ്രൈൻഡിംഗ് മെറ്റീരിയൽസ് ലൈക്ക് ബ്രാസ്, കോപ്പർ, അലൂമിനിയം. കറക്റ്റ് ആണ്. ബ്രാസ്, കോപ്പർ, അലൂമിനിയം യൂസ് ചെയ്യാറുണ്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സിലിക്കൺ കാർബൈഡ് അബ്രസീവ് റെപ്രസെന്റഡ് ബൈ എസ് ആണ്. കറക്റ്റ് ആണ്. എസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് വിട്രിഫൈഡ് ബോണ്ട് ഈസ് നോട്ട് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ബൈ വാട്ടർ, ആസിഡ് ആൻഡ് ഓയിൽസ് അറ്റ് ഓർഡിനറി ടെമ്പറേച്ചർ. അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 2, 3, 4 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഇവിടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക ഓപ്ഷൻ ബി തന്നെയായിരിക്കും. ദാറ്റ് ഈസ് സിലിക്കൺ കാർബൈഡ് ഈസ് യൂസ്ഡ് ഫോർ ഗ്രൈൻഡിംഗ് മെറ്റീരിയൽസ് ലൈക്ക് ബ്രാസ്, കോപ്പർ, അലൂമിനിയം. സിലിക്കൺ കാർബൈഡ് abrasive is represented as S. Vitrified bond is not adversely affected by water, acid, and oils at ordinary temperature. Fine. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ് റിലേറ്റഡ് ടു സ്ട്രക്ചർ ഓഫ് ഗ്രൈൻഡിംഗ് വീൽ? സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് സ്ട്രക്ചർ ഇൻഡിക്കേറ്റ് the amount of bond present between individual abrasive grains of the grinding wheel. Correct ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് the structure of grinding wheel specified by numbers and grinding wheel having numbers from 9 to 15 indicates the dense structure. അത് wrong ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. Closed structured wheel will not produce good surface finish when compared to open structured wheel എന്ന് പറയുന്നത്. സോ അത് എന്ത് തന്നെയാണ്?
ഇത്തരത്തിൽ നമുക്കറിയാം ദാറ്റ് ഈസ് അതൊരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. സോ അത് നമുക്ക് എന്താണ്, നമുക്ക് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, എ ക്ലോസ് സ്ട്രക്ചേർഡ് വീൽ ഈസ് യൂസ് ടു ഫിനിഷ് ദ ഗ്രൈൻഡിങ് ഓഫ് ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ മെറ്റീരിയൽ. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ 1 ഉം 4 ആണ് കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് വരിക. ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, തന്നിരിക്കുന്ന മാച്ച് ദ ഫോളോയിങ് ആണ്. ഓക്സിക്ലോറൈഡ് ബോണ്ട്, റെസിനോയിഡ് ബോണ്ട്, റബ്ബർ ബോണ്ട്, ഷെല്ലാക് ബോണ്ട്. ഷെല്ലാക് ബോണ്ട് നമുക്ക് ദാറ്റ് ഈസ് ഷെല്ലാക് ആകുമ്പോൾ അത് ഈ എലാസ്റ്റിക് ബോണ്ട് ആണ്, ഈ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. 4 ബി ആണ്, 4 ബി ആണ്. സോ 4 ബി, 4 ബി, 4 ബി, 4 ബി. റബ്ബർ ബോണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക 6 വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. റബ്ബർ ബോണ്ട് 6. സോ ദാറ്റ് ഈസ് 3 എന്ന് പറയുന്നത് എ ആണ്, 3 എ. സോ 3 എന്ന് പറയുന്നത് ഇവിടെയാണ് 3 എ കാണാൻ സാധിക്കുന്നത്. പിന്നീട് നോക്കിയേ, 1 സി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓക്സിക്ലോറൈഡ് ബോണ്ട് എന്ന് പറയുന്ന ബോണ്ട് ഈസ് ഫോർ മേക്കിംഗ് സെഗ്മെന്റഡ് ടൈപ്പ് ഗ്രൈൻഡിംഗ് വീൽ, കറക്റ്റ് ആണ്. അതുപോലെ തന്നെ റെസിനോയിഡ് ബോണ്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബേക്കലൈറ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു, ഡിനോട്ട് ബൈ ബി എന്നുള്ളത് ഓർത്തിരിക്കാം. സോ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം, ദ സ്പെസിഫിക്കേഷൻ ഓഫ് ഗ്രൈൻഡിംഗ് വീൽ ഈസ് ഗിവൺ ആസ് 51A, 36L, 5B, 23. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. കറക്റ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് എടുക്കേണ്ടതായിട്ടുള്ളത്. ഒന്ന് പറയുന്നത് എ ഈസ് ഇൻഡിക്കേറ്റ് ദ ടൈപ്പ് ഓഫ് ബോണ്ട്. ബോണ്ട് എ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അലുമിനിയം ഓക്സൈഡ് ആണ് എ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്, അത് ബോണ്ട് അല്ല. സോ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 36 ഇൻഡിക്കേറ്റ് ദ സ്ട്രക്ചർ ഓഫ് വീൽ. 36 എന്ന് പറയുന്നത് സ്ട്രക്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എൽ ഇൻഡിക്കേറ്റ് ടൈപ്പ് ഓഫ് അബ്രസീവ് യൂസ്ഡ് ഇൻ ഗ്രൈൻഡിംഗ് വീൽ. എൽ എന്ന് പറയുന്നത് അബ്രസീവ് ടൈപ്പ് എന്നാണ് പറയുന്നത്. സോ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. വി ഇൻഡിക്കേറ്റ് ദ ഗ്രേഡ് ഓഫ് ഗ്രൈൻഡിംഗ് വീൽ. വിട്രിഫൈഡ് ബോണ്ട് ആണ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഇവിടെ ഗ്രേഡ് ആണെന്നാണ് പറയുന്നത്. സോ ഗ്രേഡും അല്ല. സോ അതും റോങ് ആണ്. സോ all the statement are wrong. Yes, option D will be the right answer. മറ്റൊരു ചോദ്യം, which of the following abrasive material is not suitable for grinding cast iron? Sorry, most suitable for grinding cast iron. Most. So which of the following abrasive material is most suitable for grinding cast iron? Cast iron grinding ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും suitable ആയിട്ടുള്ള abrasive material ഏതാണ്? ഓപ്ഷൻ എ അലുമിനിയം ഓക്സൈഡ്, ഓപ്ഷൻ ബി ഡയമണ്ട്, ഓപ്ഷൻ സി സിലിക്കൺ കാർബൈഡ്, ഓപ്ഷൻ ഡി വൈറ്റ് അലുമിനിയം ഓക്സൈഡ്. റൈറ്റ് ആൻസർ ഈസ് സിലിക്കൺ കാർബൈഡ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഡ്രസ്സിംഗ് ആൻഡ് ട്രൂയിങ് ഓഫ് ഗ്രൈൻഡിംഗ് വീൽ. അല്ലെ, അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഡ്രസ്സിംഗ് ആൻഡ് ട്രൂയിങ്ങുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. വെൻ എ ന്യൂ ഗ്രൈൻഡിംഗ് വീൽ ഈസ് മൗണ്ടഡ് ഓൺ ദ മെഷീൻ ഇറ്റ് മസ്റ്റ് ബി ട്രൂഡ് ബിഫോർ യൂസ്. കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഒന്നാമത്തത്. നമ്മൾ വെച്ചതിന് ശേഷം തുടക്കത്തിൽ അത് ട്രൂയിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സംടൈംസ് a grinding wheel also trued to change the shape of grinding wheel faces. അല്ലെ, ഇത്തരത്തിൽ നമ്മൾ അതും കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. While grinding soft metal like aluminum, copper, etc., the condition occurs where the metal particle get clogged between abrasive particle of grinding wheel is called glazing. അതിനെയാണ് നമ്മൾ ഗ്ലേസിംഗ് എന്ന് പറയാ. അല്ല, ഗ്ലേസിംഗ് എന്ന് പറയുന്നത് അതിനെയല്ല. സോ ഈ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ലോഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ്. അപ്പൊ അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 3 അല്ല. 4 അബ്രസീവ് സ്റ്റിക്ക് ടൈപ്പ് ഡ്രസ്സർ ഈസ് യൂസ്ഡ് വെൻ ഓൺലി ലൈറ്റ് ഡ്രസ്സിംഗ് ഓഫ് ഗ്രൈൻഡിംഗ് വീൽ ഈസ് റിക്വയർഡ്. യെസ്, അതും റൈറ്റ് ആൻസർ ആണ്. സോ 1, 2, 4 കറക്റ്റ് ആണ്. യെസ്, ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. 45-ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം, വിച്ച് ഷേപ്പ് ഓഫ് ഗ്രൈൻഡിംഗ് വീൽ ഈസ് യൂസ്ഡ് ഫോർ ഗാഷിംഗ് മില്ലിംഗ് കട്ടർ ടീത്ത്. ഗാഷിംഗ് മില്ലിംഗ് കട്ടർ ടീത്തിൽ നമ്മൾ ഏത് ഷേപ്പാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ സോസർ ടൈപ്പ്, ഓപ്ഷൻ ബി സ്ട്രെയിറ്റ് കപ്പ്, ഓപ്ഷൻ സി സെഗ്മെന്റഡ് ടൈപ്പ് വീൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. യെസ്, റൈറ്റ് ആൻസർ ഈ സോസർ ടൈപ്പ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. സോസർ ടൈപ്പ് ആണ് നമ്മൾ ഇത്തരത്തിൽ ഗാഷിംഗ് മില്ലിംഗ് കട്ടർ ടീത്തിനെ യൂസ് ചെയ്യുന്നുണ്ടാവുക. 46-ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ടൂൾ ഈസ് അക്കോമഡേറ്റഡ് വിത്ത് റേഡിയസ് ഗ്രൈൻഡിംഗ് അറ്റാച്ച്മെന്റ് ടു ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡർ ഫോർ ഫോമിംഗ് റേഡിയസ് ഓൺ ദ ഗ്രൈൻഡിംഗ് വീൽ. അല്ലെ, റേഡിയസ് ഓൺ ദ ഗ്രൈൻഡിംഗ് വീൽ ഏത് ടൂൾ ആണ് അക്കോമഡേറ്റ് ചെയ്തത്? സോ ഹൈ കാർബൺ സ്റ്റീൽ ടൂൾ, ബ്രേസ്ഡ് ടിപ്പ് ടൂൾ, ഹൈ സ്പീഡ് സ്റ്റീൽ ടൂൾ, ഡയമണ്ട് സ്റ്റിക്കർ. യെസ്, ഇവിടെ എന്താണ് ഉത്തരം വരുന്നുണ്ടാവുക? സോ ഉത്തരം എന്ന് പറയുന്നത് യെസ്, ഓപ്ഷൻ ഡി ഡയമണ്ട് സ്റ്റിക്ക് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം, ഫൈൻഡ് ദ കട്ടിംഗ് സ്പീഡ് ഓഫ് ഗ്രൈൻഡിംഗ് വീൽ ഇൻ മീറ്റർ പെർ സെക്കൻഡ്. ദ സ്പിൻഡിൽ ഓഫ് വീൽ is operated at 1000 rpm and diameter of the grinding wheel is 600 rpm. Again, cutting speed of V is equal to pi d n divided by 1000 എന്ന് പറയുന്ന മീറ്റർ പെർ മിനിറ്റ് എന്നുള്ള ബേസിക് ഇക്വേഷൻ തന്നെയാണ് ഇവിടെ വരുന്നുണ്ടാവുക.
അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതിയാകും. ഇത്തരത്തിൽ ഗ്രൈൻഡിങ് വീൽ ഓഫ് കട്ടിംഗ് സ്പീഡ് മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മീറ്റർ പെർ സെക്കൻഡിലേക്കുള്ളത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോ ഇവിടെ നമുക്കറിയാം ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് എന്താണ് വരിക, യെസ്, RPM തന്നിരിക്കുന്നത് ദാറ്റ് ഈസ് എന്നിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 1000 ആണ്. 1000 RPM. ഡയമീറ്റർ ഓഫ് ദ ഗ്രൈൻഡിങ് വീൽ എന്ന് പറയുന്നത് 600 mm തന്നിട്ടുണ്ട്. സോ കട്ടിംഗ് സ്പീഡ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. സോ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 31.4 എന്ന് കിട്ടും. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ബൈ അനലൈസിംഗ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൻ ബിലോ റിലേറ്റഡ് ടു ഗ്രൈൻഡിങ്. അപ്പൊ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് ഫ്ലെയറിംഗ് കപ്പ് ഷേപ്ഡ് ഗ്രൈൻഡിംഗ് വീൽ ഈസ് യൂസ്ഡ് ഫോർ ഷാർപ്പനിങ് മില്ലിംഗ് കട്ടേഴ്സ് ആൻഡ് റീമർ. കറക്റ്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വെൻ കമ്പയർഡ് ടു ഡ്രൈ ഗ്രൈൻഡിംഗ് വെറ്റ് ഗ്രൈൻഡിംഗ് പ്രോസസ് വിൽ പ്രൊഡ്യൂസ് ഗുഡ് സർഫസ് ഫിനിഷ്. വെറ്റ് ഗ്രൈൻഡിംഗിൽ ലൂബ്രിക്കൻസ് ഉണ്ടാകും, അത് നല്ല സർഫസ് ഫിനിഷ് കിട്ടുന്നുണ്ടാകും. റൈറ്റ് ആൻസർ ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നോക്കാം: സിലിണ്ടറിക്കൽ ഗ്രൈൻഡേഴ്സ് ദ വർക്ക് മെറ്റീരിയൽ ഷുഡ് ബി മൗണ്ടഡ് ഇൻ ദ ബിറ്റ്വീൻ സെന്റേഴ്സ് ഓൺലി ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ഹൈഡ്രോളിക് സിസ്റ്റം. അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അഗെയിൻ ഇറ്റ്സ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ 1, 2, 3, 4 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. 49ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. NC അല്ലെങ്കിൽ CNC കൺട്രോൾ സിസ്റ്റം വിച്ച് സെവറൽ ആക്സിസ് ക്യാൻ ബി സൈമിൾട്ടേനിയസ്ലി കൺട്രോൾഡ്. അല്ലെ, ഇത്തരത്തിൽ കുറെ 5 ആക്സിസ് 6 ആക്സിസ് ഒക്കെ മെഷീൻ ഉണ്ടെങ്കിൽ എല്ലാ ആക്സിസും ഒരേ സമയത്ത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത് ഏതാണ്? പോയിന്റ് ടു പോയിന്റ് കൺട്രോൾ സിസ്റ്റം. ഓപ്ഷൻ ബി സ്ട്രേറ്റ് ലൈൻ കൺട്രോൾ സിസ്റ്റം. ഓപ്ഷൻ സി കോണ്ടൂറിംഗ് കൺട്രോൾ സിസ്റ്റം. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി. യെസ്, റൈറ്റ് ആൻസർ ഇസ് കോണ്ടൂറിംഗ് ആണ്. സോ 2D, 2.5D, 3D സിസ്റ്റംസ് ഒക്കെ അതിൽ വരുന്നുണ്ടാകും. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. 50ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇൻ 3-dimensional കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് സിസ്റ്റം ഓഫ് CNC മെഷീൻ ടൂൾ പോസിറ്റീവ് Z മൂവ്മെന്റ് ഇൻ ദ ഡയറക്ഷൻ ദാറ്റ്. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ വർക്ക് പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, സോ ദിസ് ഇസ് വർക്ക് പീസ് ഉണ്ടെങ്കിൽ വർക്ക് പീസിൽ നിന്നും ദൂരേക്ക് പോകുമ്പോഴാണ് പോസിറ്റീവ് എന്നുണ്ടാവുക Z ആക്സിസ് കൺസ്ട്രെയിൻ സമയത്ത്. അപ്പൊ ഇത് സ്പിൻഡിലാണെന്നിരിക്കട്ടെ. സോ ദിസ് വൺ ഈസ് ചക്ക് വർക്ക് എന്നിരിക്കട്ടെ. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത്തരത്തിൽ Z ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ് Z ആക്സിസ്. The axis will be positive towards like ദൂരെ കട്ടിംഗ് ടൂള് ദൂരോട്ട് പോകുന്ന പോസിറ്റീവ്, അതല്ല ഈ ഡയറക്ഷനിലേക്കാണെങ്കിൽ നെഗറ്റീവ് വാല്യൂ വരുന്നുണ്ടാവുക. സോ അത്തരത്തിൽ നോക്കുമ്പോൾ increases the distance between the workpiece and the tool will be the right option. So option A will be the right answer. Okay. സോ തുടക്കത്തിലുള്ള 50 ചോദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് സെഷനിൽ അടുത്തൊരു 50 ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാണും വരെ നന്ദി, നമസ്കാരം.